വിവാദ നായകനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ വെച്ചുള്ള പരിചയമാണ്. അദ്ദേഹം എല്ലാ മകരവിളക്കിനും അവിടെ ഉണ്ടാകുന്ന വ്യക്തിയാണ്. ഞങ്ങൾ ഒരുമിച്ച് തൊഴാനൊക്കെ അവിടെ നിൽക്കുമ്പോഴുള്ള പരിചയമാണ്. ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന സ്വർണം രണ്ടാമത് ചെയ്ത സ്വർണ്ണ നടയും സ്വർണ്ണ മറ്റേ സൈഡിലുള്ള ദ്വാരപാലക ശില്പങ്ങളും അതിന്റെ ഇതെല്ലാം സ്വർണം പൂശി റെഡിയാക്കി പാക്ക് ചെയ്ത് ശബരിമലയ്ക്ക് പോകുന്നു. ഒന്ന് വന്നാൽ ഒന്ന് തൊട്ട് തൊഴാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരാം എന്ന് പറയുന്നു. മദ്രാസിൽ പോകുന്നു. വീരമണി രാജുവും വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്റെ വീടിനടുത്താണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചതാ. ഒരു പൂജയൊക്കെ ചെയ്തു. അതിലും ഞാൻ ഉണ്ടായിരുന്നു. ശരണം വിളിയും എല്ലാം കൂടി പോകുന്ന വഴിക്കാണ് വീട്. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇത് ഒരു സെക്കൻഡ് എന്റെ പൂജാമുറിയുടെ അവിടെ കാണിച്ചിട്ട് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. കാരണം അയ്യപ്പൻ വീട്ടിലേക്ക് വരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അവര് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ശരണം വിളിയോടുകൂടി ഇവര് കാറിൽ കൊണ്ടുവന്നു. ഒരു സെക്കൻഡ് ഇറക്കി പൂജാമുറിയുടെ അവിടെ വെച്ചു. കർപ്പൂരം കാണിച്ചു, വിളക്ക് കാണിച്ചു, തൊട്ട് തൊഴിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് രുദ്രമൊക്കെ ജപിച്ചു. ശരണം വിളിച്ചു. നേരെ തിരിച്ച് കാറിൽ കയറ്റി അവർ കൊണ്ടുപോയി. വേണം സംഗതി. ഉണ്ണികൃഷ്ണൻ പോയിട്ട് എന്റെ അതിന് പൈസ മേടിക്കുവോ എന്റെ പണപ്പിരി കൊടുക്കുവാനോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇപ്പൊ തോന്നുന്നുണ്ട് ഒരിക്കലും ഞാനത് ചോദിക്കാൻ പാടില്ലായിരുന്നു, അതിങ്ങനെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഇപ്പൊ തോന്നുന്നു. അന്നത് തോന്നിച്ചില്ല. അന്നത് ഒരു മൂഢമായ ഒരു ഭക്തന്റെ മനസ്സങ്ങനെ ആയിപ്പോയി. എന്തെങ്കിലും ഇതിനകത്ത് കള്ളത്തരം നടന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. അയ്യപ്പന്റെ ഒക്കെ മുതല് മോഷ്ടിക്കുക എന്ന് പറഞ്ഞാല് അതിനകത്തൊരു 1 രൂപയുടെ ഒരു മോഷണമെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് ശിക്ഷിക്കപ്പെടണം. അത് തീർച്ചയായിട്ടും അത് വരുമല്ലോ. നിങ്ങളെ പോലത്തെ ചാനലുകളും ഇവിടെ ബാക്കിയുള്ള നിയമങ്ങളും എല്ലാം എന്ത് കള്ളത്തരം ഉണ്ടെങ്കിലും പുറത്തു വരില്ല. അയ്യപ്പന്റെ അവിടെ 1 രൂപ അത് അങ്ങനെ വരാൻ പാടില്ലല്ലോ.